കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. MSc ഫിസിക്സിന്റെ MPH 005 ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിന്റെ ഒരു ഇൻഡെപ്ത് അനാലിസിസും ഒരു പ്രെഡിക്റ്റീവ് ഗൈഡ് ആയിട്ടാണ് നമ്മുടെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ടു ബിഗിൻ വിത്ത് നമ്മുടെ ഫസ്റ്റ് ഇതിനകത്ത് എന്തൊക്കെ സെഷൻസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ്. സിലബസ് ഓൾറെഡി നിങ്ങൾക്കറിയാം, നമ്മുടെ ഹോൾ സിലബസിനെ യൂണിറ്റ്സ് ആൻഡ് ബ്ലോക്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെ ഏരിയാസിലാണ് കൃത്യമായിട്ട് നമ്മുടെ ഈ സിലബസിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അത് എന്താ പറയുക ഇനി നിങ്ങൾ സ്ട്രാറ്റജിക്കലി പഠിക്കേണ്ടത്, ഇതൊക്കെയാണ് സിലബസ് മാപ്പിംഗിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അടുത്തത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്കറിയാം. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ സെഷൻസിനൊക്കെ എത്ര വെയിറ്റേജ് ആണ് ഉള്ളത്, എത്രയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ വിൽ ബി മൂവിങ് ഓൺ ടു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂവിൽ നമ്മൾ നോക്കുന്നുണ്ടാവുക. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർകാസ്റ്റ് യൂസ് ചെയ്തിട്ട് ഇനി നമ്മുടെ എക്സാമിന് ഏതൊക്കെ ടോപ്പിക് ആണ് ലൈക്ലി അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ എന്ന് പറയുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ദെൻ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ. മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജൂൺ 2025 എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അത് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക എന്നുള്ള രീതിയിൽ ഒരു പ്രെഡിക്റ്റീവ് പേപ്പറും അതിന്റെ മാർക്കിംഗ് സ്കീമും മോഡൽ ആൻസേഴ്സും ആയിരിക്കും ഇതിന്റെ കൂട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ ആസ് വെൽ ആസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് മെത്തഡോളജി കോൾ ഔട്ട് ആണ്. മെത്തഡോളജി കോൾ ഔട്ടിൽ മൾട്ടി ഇയർ അനാലിസിസ് ചെയ്തിട്ട് അതിൽ ഏതൊക്കെ ടോപ്പിക്കിനാണ് ഫ്രീക്വൻസി ഉള്ളത്, എങ്ങനെയാണ് ഇനി നിങ്ങൾ സ്ട്രാറ്റജിക്കലി പഠിക്കേണ്ടത്, അതായത് ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇത് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ്. അപ്പൊ ഈ ഒരു ബാർഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിന്റെ ഒരു ബാർഗ്രാഫ് ആണത്. അപ്പൊ ഈ ഒരു ബാർഗ്രാഫ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നതാണ് ബ്ലോക്ക് 1. ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ജൂൺ 2020 മുതൽ ഡിസംബർ 2020 വരെയുള്ള ഒരു അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് വിഡ്രോ ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ബ്ലോക്ക് 2, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 3, ബ്ലോക്ക് 4, ബ്ലോക്ക് 5. അതായത് ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മുടെ ബ്ലോക്സ് വരുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 ആണ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്, എലോങ് വിത്ത് ദ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് ഓൾസോ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഡാർക്കർ റീജിയൻ ഷോ ചെയ്യുന്നത് എത്ര ഫ്രീക്വൻസിയിലാണ് ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ലൈറ്റർ റീജിയനിലേക്ക് വരുമ്പോൾ അത്രയും അതിന്റെ ഇമ്പോർട്ടൻസ് കുറയാണ്. അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2ഉം ബ്ലോക്ക് 1ലെ യൂണിറ്റ് 3യും ഇവിടെ ഡാർക്കൺ റീജിയൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതായത് 4 എന്നുള്ള രീതിയിൽ. സോ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് 2ന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് 2ൽ നിന്ന് യൂണിറ്റ് 3യിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് 3യിൽ എടുത്ത് നോക്കുമ്പോഴത്തേക്കും യൂണിറ്റ് 2ലാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതാണ് ആ ഹീറ്റ് മാപ്പിന്റെ ഒരു റെലവൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സിലബസ് മാപ്പിംഗ് ആസ് എ ടേബിൾ നമ്മൾ നോക്കാൻ പോവാണ്, എത്ര തവണ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്ന്. ബ്ലോക്ക് 1 ആയിട്ടുള്ള നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് മോസ്ഫെറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റിൽ നിന്ന്
പവർ ഡയോഡും അതിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സും 13 തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ബാർ വെച്ചിരിക്കുന്നത് 10 തവണയാണ് ഹൈ എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വരുന്ന അപ്പിയറൻസിനെ നമ്മൾ എന്താണ് പറയുന്നത്? അത് കൂടുതൽ ഹൈ ഇമ്പോർട്ടൻസോട് കൂടെ പഠിക്കണം. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോസ്ഫെറ്റ് ടൈപ്സ്, UJT-യുടെ IV കർവ്, IV ക്യാരക്ടറിസ്റ്റിക് കർവും പിന്നെ സോളാർ സെൽ, അതും 10 തവണ. ആ ഒരു കോമ്പിനേഷൻ 10 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിലിപ്പോ മോസ്ഫെറ്റും JFET-ഉം ഒറ്റയ്ക്കും ചിലപ്പോൾ സോളാർ സെല്ലിന്റെ കൂടെയും അങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ ഒരു 10 തവണയൊക്കെ അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് സർക്യൂട്ട്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്ന ആ യൂണിറ്റിൽ നിന്ന് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്, ഹാർട്ട്ലെ, പിന്നെ കോൾപിറ്റ് എന്നൊക്കെ പറയുന്ന വീൻസ് ബ്രിഡ്ജ് ഓസിലേറ്റർ എന്നൊക്കെ പറയുന്ന അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് 11 ടൈംസ് ആണ്, ഹൈ അപ്പിയറൻസ് ആണ് അതിന്. പിന്നെ ഓപ്പറേഷണൽ ഡിസൈൻ ആൻഡ് ആംപ്ലിഫയർ ക്ലാസ്സസ്, അത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആംപ്ലിഫയർ ക്ലാസ്സസ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ നിന്ന് വരുന്നതും പിന്നെ അതുപോലെ തന്നെ പവർ സപ്ലൈയിലെ ലീനിയർ ആൻഡ് സ്വിച്ചിങ് സപ്ലൈസ് എന്ന് പറയുന്നതൊക്കെ മീഡിയം റെലവൻസ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്കും ലോ റെലവൻസ് ആണ്. പക്ഷെ നമ്മുടെ ഈ 8085-ഉം 8051-ഉം ലോ ആണ് അതിന്റെ പ്രിഫറൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും അതിന്റെ ആർക്കിടെക്ചർ ഒക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് ഡയഗ്രാം, രജിസ്റ്റേഴ്സ്, അസംബ്ലി ലാംഗ്വേജ്, അതൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ മാർക്കിനും ഒരു 10 മാർക്കിനും 7 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ്. ലോ ആയിട്ടാണ് അത് കണ്ടിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത് പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ഏരിയയിൽ നിന്ന്. ഇതാണ് അതിന്റെ ആ സ്കോറിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വന്റ്ലി ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഹൈ yield ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. പവർ ഡയോഡ് ആൻഡ് ഓപ്പറേഷൻ കമ്പാരിസൺ, അതിന്റെ ഒരു കമ്പാരിസൺ ആണ് അത്. പിന്നെ വരുന്നത് ആംപ്ലിഫയർ ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഫീഡ്ബാക്ക് ആൻഡ് പ്രിസിഷൻ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഹൈ yield ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പൊ പവർ ഡയോഡ് ആൻഡ് ഓപ്പറേഷൻ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ തന്നെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ, വർക്കിംഗ്, ഡിസ്റ്റിങ്ഷൻ, ഇങ്ങനത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ആംപ്ലിഫയർ ഫ്രീക്വൻസി റെസ്പോൺസ് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2-ന്റെ കോർ പാർട്ടാണ്. അതിലാണ് നമ്മുടെ ഹാർട്ട്ലെ, വീൻസ് ബ്രിഡ്ജ് ഓസിലേറ്റർ, പിന്നെ അതുപോലെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഓസിലേറ്റർ ടൈപ്സ് ഒക്കെ വരുന്നത്. അതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡിസൈനും അതുപോലെ തന്നെ അതിന്റെ അനാലിസിസും. ഓക്കെ. പിന്നെ നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്ക്, പ്രിസിഷൻ റെക്ടിഫയേഴ്സ്, അതായത് നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, പ്രിസിഷൻ, ഇതൊക്കെ അതും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അനലോഗ് ഇലക്ട്രോണിക്സിലെ പ്രാക്ടിക്കൽ സർക്യൂട്ട്സിൽ വരുന്ന പോർഷൻസ് ആണ് ഇതൊക്കെ. ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പൊ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇതാണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി, അതായത് എസ് ഒരു ലോങ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 to 10 മാർക്സിന്റെ ആണെന്നുണ്ടെങ്കിൽ 200 to 300 വേർഡ്സ് ആണ് വേണ്ടത്. ഷോർട്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 4 to 6 മാർക്സ് ആണ്, 80 to 120 വേർഡ്സ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ 4 to 7 മാർക്സ് ആണ്. അതിന് കാൽക്കുലേഷൻസ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. 80 വേർഡ്സ് ഒക്കെ അതിലും കൗണ്ട് വരുന്നുണ്ട്. പിന്നെ സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഡയഗ്രാം എന്നൊക്കെ പറയുന്നത് 5 to 7 മാർക്ക്. അതിന്റെ സ്കീമാറ്റിക് ഡയഗ്രത്തിനും 60 to 120 വേർഡ്സ് ആ വേർഡ് ലെങ്ത്തിനും അത്യാവശ്യം ഇത് വരുന്നുണ്ട്. പിന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പിന് 20 to 40 വേർഡ്സ്. പ്രോഗ്രാം ഓർ അൽഗരിതം, നമ്മുടെ മൈക്രോ പ്രൊസസർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളർ എന്നൊക്കെ വരുന്ന അസംബ്ലി ലാംഗ്വേജിന്റെ ഒക്കെ വരുന്നതാണ്. 4 to 7 മാർക്സ് ആണ്. അതിന്റെ ആ കോഡും പിന്നെ 30 to 60 വേർഡ്സ് ഒക്കെ എഴുതുന്നതാണ് അതിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എത്തി ഒരു ലോങ് ആൻസർ ആണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിവൈസിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിന്റെ ആദ്യം നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതണം. എങ്ങനെയാണ് ആദ്യം വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുക, പിന്നെ അതിന്റെ ഓപ്പറേഷൻ എഴുതുക, മെത്തഡോളജി എഴുതുക, അത് കംപ്ലീറ്റ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വേണ്ടത്. അതായത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്? നിങ്ങളുടെ തിയററ്റിക്കൽ ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ നോളജ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഡിവൈസ്. ഒരു ഡിവൈസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളതാണ് ആ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇത് ഷോർട്ട് നോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസെപ്ച്വൽ ക്ലാരിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും ചില ഡിവൈസസ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് എന്താണെന്ന് ചോദിച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നതാണ് നമ്മുടെ ഷോർട്ട് ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കീമാറ്റിക് ആയിട്ട് അതിനെ സ്കെച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ഈസ് ഓൾസോ ഒരു നല്ല കാര്യമാണ്. നിങ്ങൾ അത് സ്കെച്ച് ചെയ്യാനായിട്ട് പഠിക്കാനുള്ളത്. അത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആണ്. സോ ദാറ്റ് നിങ്ങൾക്ക് ഓർക്കാനും നല്ലതാണ്. അതിന് ടിപ്പിക്കലി 4 to 6 മാർക്സിന്റെയാണ്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് സർക്യൂട്ട് കാൽക്കുലേഷൻ ആണ്, എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഡിസൈൻ ചെയ്യാൻ, ബേസിക് ആയിട്ട് ഡിസൈൻ ചെയ്യാനുള്ളതാണ് അവിടെ ചോദിക്കാറ്. അതായത് എന്തിനെങ്കിലും ബി വാല്യൂ തരുന്നുണ്ടാവും, പിന്നെ നിങ്ങളുടെ അടുത്തൊരു ഓപ്പറേഷണൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഇത്രത്തോളം എന്താ പറയുക ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ആംപ്ലിഫയറോ അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡിവൈസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടാവുക. അതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള
എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടിപ്പിക്കലി അതൊരു 80 വേർഡ്സ് പ്ലസ് വർക്കിംഗ് നോളജ് ആണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഡയഗ്രാം, അതായത് ഇലക്ട്രോണിക് സർക്യൂട്ട് പഠിക്കുന്ന ഒരു പേപ്പറിനകത്ത് നിന്ന് നിങ്ങൾക്ക് സർക്യൂട്ട് ഡിസൈൻ വരയ്ക്കാനോ ഡയഗ്രാം ചോദിക്കാനോ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് ഒരു മിനിമം നോളജ് ആണ്. അപ്പൊ അതെന്തായാലും നീറ്റ്ലി അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം നമ്മുടെ മൈക്രോ പ്രോസസറിന്റെ ഒരു വലിയ ഡയഗ്രാം നിങ്ങൾക്ക് ആക്ച്വലി വരയ്ക്കാറുണ്ട്. ആ ഒരു ഡയഗ്രാം ഒക്കെ നീറ്റ്ലി നിങ്ങൾ പറയാണ്, അത് ആ ഒരു ഡയഗ്രാം നിങ്ങൾ നീറ്റ്ലി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഒരു ഡയഗ്രാം നല്ല രീതിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്സ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇലക്ട്രോണിക് അപ്പൊ ജൂൺ 2024 ഡിസംബർ 2025, അതായത് ആവറേജ് ആ ലാസ്റ്റ് സെഷൻസിൽ ചോദിച്ചിരിക്കും. ഇലക്ട്രോണിക് ഡിവൈസസിലാണെങ്കിൽ 16-15 എന്നുള്ള രീതിയിലാണ്. അപ്പൊ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 22% ആണ്. അപ്പൊ ഇലക്ട്രോണിക് ഡിവൈസസ് പഠിച്ചു കഴിഞ്ഞാൽ 100-ൽ 22% മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് സർക്യൂട്ട് എന്ന് പറയുന്ന യൂണിറ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 19%, അടുത്തത് 15, 30, 7%. പിന്നെ അതല്ലാതെ ക്രോസ് കൾച്ചർ ആയിട്ട് ചോദിക്കുന്നത് 3% ആണ് ക്വസ്റ്റ്യൻ. മോസ്റ്റ്ലി മിക്സ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 തന്നെ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് പാസ് ആവാനുള്ള മാർക്സ് നിങ്ങൾക്ക് അതിനകത്ത് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം അത് മാത്രം പഠിക്കണം എന്നുള്ളതല്ല, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു വെയിറ്റേജ് ആണ്. വെയിറ്റേജ് നോക്കുമ്പോൾ ഗ്രാഫ് കണ്ടാൽ തന്നെ അറിയാം സ്റ്റെബിലൈസ്ഡ് ഗ്രാഫ് ആണ്. ഓൾമോസ്റ്റ് ഒന്നാമത്തെ കാര്യം 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അപ്പൊ ഒരു സ്റ്റെബിലിറ്റി പാറ്റേൺ എപ്പോഴും അതിനുണ്ടാവും. അപ്പൊ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിക്ലിനേഷൻ, ചെറിയൊരു ഇൻക്ലിനേഷൻ എന്നുള്ള രീതിയിലാണ് എല്ലാ കൺസെപ്റ്റും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എക്സാമിന്റെ സമയത്ത്? സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് എക്സാം ഇടുക? ഇപ്പൊ ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ 100 മാർക്സിന്റെ പേപ്പർ 3 hour പേപ്പറാണ് നിങ്ങൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ 55% ഓഫ് ദ മാർക്ക് നമുക്ക് എസ്എ അല്ലെങ്കിൽ ലോങ് ആൻസർ ടൈപ്പിലാണ് കിട്ടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ എവിടെ ചെലവഴിക്കണം? എസ്എ ഓർ ലോങ് ആൻസർ ടൈപ്പിലാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ പോയാലും നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇപ്പൊ ഒരു ഡിവൈസിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കുക. ദാറ്റ് വിൽ ബി മോർ അപ്പീൽ. അത് കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ലപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഷോർട്ട് നോട്ട്സ് കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടതുകൊണ്ട് അതിനും കുറച്ച് സമയം നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ റിലേറ്റീവ്ലി നോക്കുമ്പോൾ ഷോർട്ട് ആൻസർ ടൈപ്പിന്, ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്, സർക്യൂട്ട് ഡിസൈൻ എല്ലാം റിലേറ്റീവ്ലി സെയിം ടൈമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ അറിയാവുന്നത് അത് കൂടുതൽ എഴുതി എന്താ പറയാ ഒന്ന് ഫിൽ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ മാർക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളിപ്പോ 10 പേജ് എഴുതിയാലും 6 പേജ് എഴുതിയാലും അതിന് മാക്സിമം 1 മാർക്കേ കിട്ടാനായിട്ട് പോകും. അപ്പൊ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരുപാട് എഴുതി എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാനായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ. ഇങ്ങനെ മറിച്ച് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിക്കാനുള്ള നിങ്ങളുടെ ചാൻസിനെ കിട്ടുന്നത് ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഡിസൈഡ് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണ് എഴുതി മാർക്ക് സ്കോർ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്ന് വിചാരിച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻ നെഗ്ലക്ട് ചെയ്യണമെന്നല്ല പറഞ്ഞു വരുന്നത്. എന്താ പറഞ്ഞു വരുന്നത്? മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അതാണല്ലോ സ്ട്രാറ്റജിക്കലി പ്രിപ്പയർ ചെയ്യുന്നത്. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏതാണെന്നുള്ളത് ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള എസ്സേസ് നന്നായി അറിയാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ട് എഴുതാം. പിന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സ്കിപ്പ് ചെയ്ത് പഠിക്കുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യന് 2 പാർട്ട് വെച്ചിട്ട് ചോദിക്കാത്തത് ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് അറിയാം, സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് അറിയാത്ത സിറ്റുവേഷൻ പൊതുവെ കണ്ടിട്ടുണ്ട്. ലേണേഴ്സിന് എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലം ആണ്. സോ ദാറ്റ് സ്കിപ്പ് ചെയ്ത് പഠിക്കാണ്ടായിട്ട് നോക്കാം.
അതായത് ഒരു ടോപ്പിക് പഠിക്കുമ്പോഴത്തേക്കും ഐതർ ഒരു ക്വസ്റ്റ്യൻ ഹോൾ ആയിട്ട് പഠിക്കും അല്ലെങ്കിൽ ടോപ്പിക് ഹോൾ ആയിട്ട് പഠിക്കും. അപ്പൊ അതിനകത്ത് 2 ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ദ പവർ ഡയോഡ്. ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം എ നോർമൽ ഡയോഡ്? Draw and explain the circuit diagram of Hartley oscillator using an operational amplifier. ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ള ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാർട്ട്ലി ഓസിലേറ്റർ അല്ല വരയ്ക്കേണ്ടത്. ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ് വരയ്ക്കേണ്ടത്. ഇതായത് എക്സ്പ്രഷൻ ഫോർ ദ ഓസിലേഷൻ ഫ്രീക്വൻസി. Describe the various types of feedback in an operational amplifier. Write the input and output impedances for each configuration. 766 എന്നുള്ള രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ്. Explain with the diagram and the working of shunt regulator using a Zener diode. Discuss its limitations and possible improvements ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. Differentiate between microprocessor, microcontroller and microcomputer. നമുക്ക് ലാസ്റ്റ് പോർഷനിൽ നിന്ന് വരുന്നതാണ്. 5 തവണ ഇത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ HP എങ്കിലും വായിച്ച് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസിയേഷൻ എഴുതാൻ പറ്റില്ലേ? ഓൾമോസ്റ്റ് എല്ലാം പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങളുടെ ആ ഹെൽപ്പ് ബുക്ക് എങ്കിലും വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് നന്നായി ഫുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഡു ദാറ്റ്. ഓക്കെ, അപ്പൊ ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത് ഒട്ടും നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന്റെ തലേ ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹെൽപ്പ് ബുക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. അതിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. ഒന്നും പഠിക്കാത്തതെന്ന് നല്ലതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റാം. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സ് ഒക്കെ എഴുതാനായിട്ടുള്ള ഇൻഫർമേഷൻ ആമ്പിൾ ഇൻഫർമേഷൻ അതിനകത്തുണ്ട്. അല്ലെങ്കിൽ PhD ആ പാർട്ടിക്ക് ഒന്നൊന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കാനുള്ള ടൈം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ്. ഇനി draw and explain the IV characteristics of UJT. Explain the origin of the negative resistance region. എന്തുകൊണ്ടാണ് UJT-യിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദ്യം. ഇനി ഡിസ്കസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ RC coupled common emitter amplifier. How do capacitors affect this response? ഇതാണ് പിന്നെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഡിസൈൻ ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ബേസ്ഡ് സർക്യൂട്ട് സോൾവ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒപ്പാമ്പ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം. ഹൗ വാസ് കറന്റ് ലിമിറ്റിംഗ് ഇംപ്ലിമെന്റ് ആണ്. Write an assembly language program for 8051 to perform basic mathematical operation. ഇത് കോഡ് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് ഉള്ള 80 നമ്മുടെ കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള അസംബ്ലി ലാംഗ്വേജ് നമ്മുടെ പൈത്തൺ ലാംഗ്വേജ് പോലെയല്ല. ഈ ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചാൽ നല്ലതായി. പിന്നെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി ഫ്രീക്വൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് പവർ ഡയോഡ് നിന്ന് ആവറേജ് നിങ്ങൾക്ക് 5.3 മാർക്സ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് 5.2 മാർക്സ് ഷണ്ട് റെഗുലേറ്റർ ഡയഗ്രാംസ് അതിന്റെ ലിമിറ്റേഷൻസ് ഒക്കെ പഠിച്ചാൽ 5.2 മാർക്സ് കിട്ടും. പിന്നെ 5 മാർക്സിൽ വരുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ, മൈക്രോ പ്രൊസസർ വേഴ്സസ് മൈക്രോ കൺട്രോളർ വേഴ്സസ് മൈക്രോ കമ്പ്യൂട്ടർ. നമുക്ക് അത് ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ 5 മാർക്ക് ആവറേജ് കിട്ടാവുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് എന്തായാലും നമ്മൾ ഒന്നും പഠിക്കാത്തതിൽ നല്ലതാണ് അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുന്നത്. പിന്നെ 5 മാർക്കിനുള്ളത് ഏതാ? സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ ആൻഡ് കറന്റ് ലിമിറ്റിംഗ് എന്ന് പറയുന്നത്, അത് 5 മാർക്സ് ആണ്. പിന്നെ ഓപ്പറേഷണൽ സർക്യൂട്ട് ഫോർ സൈമിൾട്ടേനിയസ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുള്ളതും 5 മാർക്ക്. അത് ന്യൂമറിക്കൽ ബേസ്ഡ് വരുന്നതാണ്. അത് നോക്കുന്നത് നല്ലതാണ്. ബട്ട് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മുടെ മൈക്രോ പ്രൊസസർ, മൈക്രോ കൺട്രോളർ എന്നാണ് പഠിച്ച് എഴുതിയെങ്കിൽ അവിടെ തന്നെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, പിന്നെ 4.8, 4.6, 4.7 റേറ്റിംഗ് ആ ഒരു ഇത് വരുന്നത് ടൈപ്സ് ഓഫ് ഓപ്പാമ്പ് ഫീഡ്ബാക്ക് ആൻഡ് ഇംപിഡൻസ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ 4.7 RC coupled amplifier ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഫോമുലെങ്കിലും നമുക്ക് പഠിച്ചു വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ ഈ ഒരു ബ്ലോക്ക് നോക്കിയിട്ട് ആവറേജ് മാർക്ക് അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെങ്കിൽ അപ്പിയറൻസിന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ആവറേജ് മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. 4 തവണ മാത്രം അപ്പിയർ ചെയ്ത ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് 5 മാർക്സ് ആണ് കിട്ടുന്നത്. 7 തവണ അപ്പിയർ ചെയ്തതിന് 5.3 മാർക്കും കിട്ടുന്നുണ്ട്. ഡിഫറൻസ് എന്താ പറഞ്ഞത്? ഇനി വേറൊരു സിനാറിയോ കാണിച്ചു തരാം. 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതിന് 4.8 കിട്ടുന്നു. പക്ഷെ 4 ടൈംസ് അപ്പിയർ ചെയ്തതിന് 5 മാർക്സ് ആണ്. ആ ഒരു രീതിയിൽ ഈ ഒരു പേപ്പർ വെച്ച് നോക്കുമ്പോൾ റിലേറ്റീവ്ലി സെയിം എമൗണ്ട് ആയിട്ടാണ് എല്ലാം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പിയറൻസ് നോക്കി പഠിക്കുന്നത് നല്ലതായിട്ടൊരു കാര്യം. ഇനി സ്ട്രാറ്റജിക്കലി നിങ്ങൾ എക്സാമിന് ഇങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പൊ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്താണ്? ഓരോ ക്വസ്റ്റ്യൻ 5 മിനിറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് എഴുതി നോക്കാം. നിങ്ങൾ ഇപ്പൊ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ വീണ്ടും പറയാം, മൈക്രോ പ്രൊസസറിന്റെ ഒക്കെ
ആ ഒരു ഇത് പഠിക്കുമ്പോഴത്തേക്ക് എഴുതി തന്നെ പഠിക്കാനായിട്ട് നോക്കുക. കാരണം അത് മൊത്തത്തിൽ എഴുതി ഒരുപാട് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പകുതിയെങ്കിലും എക്സാം പേപ്പറിൽ എഴുതി ഫലിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് എഴുതി നോക്കുക. എവിടെയാണ് സ്റ്റക്ക് ആവുന്ന പോയിന്റ് മുതൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. പിന്നെ ഫോക്കസ് ഓൺ ദ ക്ലാരിറ്റി ഓഫ് ദ ഡയഗ്രാംസ്. ക്ലാരിറ്റിയും ഡയഗ്രാംസിനും നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഡയഗ്രാംസിൽ എന്തെങ്കിലും വരച്ചു വെക്കില്ല. വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലേബൽ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് നോക്കും. എന്നിട്ട് അതിന് സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ട് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട്. പിന്നെ എക്സാം പാറ്റേൺ, അതായത് ഇങ്ങനെയാണ് ഈ എന്താ പറയാ മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നൊന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ലതാണ്. ഈ കമ്പോണൻസിന്റെ ഒക്കെ കേസസ് വരും. ഇതൊരു പൈ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് 42%, അതർ ക്വസ്റ്റ്യൻസ് 58%. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട്. എങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അപ്പൊ നോക്കുമ്പോഴത്തേക്കും 42% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആവും എന്നുള്ളതാണ്. ഓക്കെ, ഇനി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ: മാസ്റ്റർ ദീസ് ക്വസ്റ്റ്യൻസ് ബൈ പ്രാക്ടീസിംഗ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ആൻഡ് അണ്ടർ ടൈംഡ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എക്സാം പ്രഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഇരുന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറ്റംപ്റ്റ് ഫോർ സ്ട്രക്ചറിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സെറ്റിംഗ് ഫോർ ദ സ്പീഡ് ആൻഡ് കംപ്ലീറ്റ്. ഒരുപാട് എഴുതി എന്ന് വെച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ക്ലാരിറ്റിക്കും പ്രിസിഷനും ആ ഒരു കംപ്ലീറ്റ്നെസ്സിനുമാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പൊ സ്പീഡിൽ നല്ല കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഇത് അപ്പിയർ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നേരെ എഴുതിയിരിക്കുന്ന ആ മാർക്ക് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ചിലപ്പോൾ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 5 മാർക്കിനുള്ളത് എഴുതാനുണ്ടാവും. എഴുതിക്കോളൂ, ദാറ്റ് ഇസ് ഫൈൻ. പക്ഷെ സമയം അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യരുത്. മാക്സിമം മാർക്ക് അവിടെ 2 മാർക്സ് കിട്ടുള്ളൂ. ഗോ ഫോർ ദി ലാർജർ മാർക്ക് ക്വസ്റ്റ്യൻ. അതിന് കുറച്ചും കൂടെ ടൈം എടുത്ത് നല്ല വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യനെ ഫോക്കസ് ചെയ്യാതെ ആ ക്വസ്റ്റ്യനെ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം അതിന്റെ മാർക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കും. ഇത് ടോപ്പിക് പ്രോബബിലിറ്റി ആണ് പറയുന്നത്. 83% ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ബ്ലോക്ക് 1 ഡയോഡ്സ് ആൻഡ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പം ഒരു 6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 5 എണ്ണത്തിലും അത് ചോദിച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി മീഡിയം പ്രോബബിലിറ്റി എന്ന് വരുന്നത് നമ്മുടെ യൂജിടിയുടെ IV ക്യാരക്ടറിസ്റ്റിക്സ്, നെഗറ്റീവ് റെസ്പോൺസ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ, അതൊരു 67% ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓസിലേറ്റർ 83% ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആംപ്ലിഫയേഴ്സ് 67% ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, സർക്യൂട്ട് അപ്ലിക്കേഷൻസ്, വോൾട്ടേജ് റെഗുലേഷൻ എന്നൊക്കെ പറയുന്നതിനും 67 എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു ആവറേജ് പ്രോബബിലിറ്റി സ്കെയിൽ വരും. പിന്നെ ഏറ്റവും കുറവ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ലിമിറ്റേഷൻസ് ആൻഡ് കമ്പാരിസൺ എന്ന് പറയുന്ന ആ ബ്ലോക്ക് 4 എന്ന് ചോദിക്കാണ്. അതൊരു ലോ പ്രോബബിലിറ്റി ആണ്. അതുപോലെ തന്നെ അസംബ്ലി പ്രോഗ്രാംസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് വിചാരിച്ചിട്ട് നമുക്കത് ഇഗ്നോർ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന്റെ പ്രോബബിലിറ്റി കുറവാണ്. എന്നാലും ഒരു 33% ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ കമ്പാരിസൺ, മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ, മൈക്രോ കമ്പ്യൂട്ടർ, ബേസിക് ആയിട്ട് ഇതിന്റെ ഒരു ഡിഫറൻസിയേഷൻ എങ്കിലും ഒന്ന് പഠിച്ചു വെക്കാനായിട്ട് നോക്കാം. നിങ്ങൾ ഇഗ്നോർ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോറിൽ നിന്നൊരു ഡിഗ്രിയോ PGയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? പവർ ഡയോഡ്, സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ്, ഹാർട്ട്ലി ഓർ വീൻബ്രിഡ്ജ് ഓസിലേറ്റർ, ഡിസൈനും എക്സ്പ്രഷനും നിർബന്ധമായിട്ട് പഠിച്ചു. പിന്നെ മീഡിയം പ്രോബബിലിറ്റിയിലുള്ളത് യുജിടിയുടെ IV ക്യാരക്ടറിസ്റ്റിക്സ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ, ഫ്രീക്വൻസി റെസ്പോൺസ്, ഒപാം ഫീഡ്ബാക്ക് ടൈപ്സ്, റെഗുലേറ്റർ ഓർ ദ വർക്കിംഗ് സർക്യൂട്ട്, ഷണ്ട് അല്ലെങ്കിൽ സീരീസ്, മൈക്രോ പ്രോസസർ വേഴ്സസ് മൈക്രോ കൺട്രോളർ ഓർ കമ്പ്യൂട്ടർ, ഒപാമിന്റെ അപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യം. ഇത് രണ്ടും ഒന്ന് 70%, 69% ഒക്കെ പ്രോബബിലിറ്റി വരുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 സെക്ഷനും മീഡിയം പ്രോബബിലിറ്റിയിലുള്ളതും ഹൈ പ്രോബബിലിറ്റിയിലുള്ളതും നന്നായി തന്നെ പഠിക്കുക. ലോ പ്രോബബിലിറ്റിയിലുള്ള റെഗുലേറ്റഡ് ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ കറന്റ് ലിമിറ്റിംഗ് ഫോൾ ബാക്ക്, അസംബ്ലി ലാംഗ്വേജ്, ഇത് HP എങ്കിലും നോക്കിയിട്ട് പോകാനായിട്ട് നോക്കുക.
ഒട്ടും നെഗ്ലക്ട് ചെയ്യാതെ HP എങ്കിലും നോക്കിയിട്ട് പോവാം. ഇതിൽ പറയാത്ത കുറെ ടോപ്പിക്സ് ഉണ്ട്. അതിന്റെയും HP ഒന്ന് വായിക്കാനായിട്ട് നോക്കാം, ഹെൽപ്പ് ബുക്ക് ഒന്ന് വായിക്കാനായിട്ട് നോക്കുക. അത് അത്രയും നല്ല കാര്യമാണ്. കാരണം അറ്റ്ലീസ്റ്റ് അത്രയും ഇൻഫർമേഷൻ എങ്കിലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ കൺസെപ്ഷനിൽ ചോദിക്കുന്ന എന്തെങ്കിലും എഴുതാനായിട്ട് പറ്റുമല്ലോ. അപ്പൊ അവിടെ നിന്നൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏരിയസിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ പവർ ഡയോഡ് ഇപ്പൊ നേരത്തെ കാണിച്ചത് തന്നെ നമ്മളിപ്പോ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. 60 കണ്ടോ, 83, 67, 50 എന്നൊക്കെ പറയുന്നത് അത്ര ഡിഫറൻസ് വരുന്നതല്ല. ഒരു ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് നോക്കുമ്പോഴത്തേക്ക് അത്ര ഡിഫറൻസ് വരുന്നതല്ല. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ബാക്കി രണ്ടെണ്ണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ആൻസർ എനി 5 questions. You can use the calculator. Symbols have their usual names. 2 hours in a 50 marks paper. Explain which diagram the construction and switching operation of a Schottky diode. Compare its switching speed and forward voltage drop with those of a standard silicon diode. Okay, a Schottky diode is used in a circuit with 5-volt supply and series resistance 500 ohm. If the forward voltage drop in the diode is 0.3 volt, calculate the current through the diode. അപ്പോൾ അതായത് നമ്മുടെ ഷോർട്ട്കി ഡയോഡിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനും അതിന്റെ കൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യനും അതിന്റെ തന്നെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പയർ ദ ഓപ്പറേഷൻ ഓഫ് ആൻ എൻഹാൻസ്മെന്റ് മോഡ് ആൻഡ് ഡിപ്ലീഷൻ മോഡ് എൻ ചാനൽ മോസ്ഫെറ്റ്സ് ടു ഡ്രോയിങ് ആ സ്യൂട്ടബിൾ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. മോസ്ഫെറ്റിന്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. ഫോർ എൻ എൻ ചാനൽ എൻഹാൻസ്മെന്റ് മോഡ് MOSFET, V is equal to 1.5 K, K is equal to 2 milliampere per volt square. Calculate the drain current when V is equal to 4 volt. അതായത് 4 volt ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രെയിൻ കറന്റ് എത്ര ആയിരിക്കും എന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് a common emitter RC coupled amplifier uses capacitors സി എന്ന് പറയുന്നതാണ് നമ്മൾ ഇത് സി ഔട്ട് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ഇതാണ്. സി ഇൻ എന്നുള്ളതാണ് ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സി ഔട്ട്, പിന്നെ അതുപോലെ തന്നെ സിഇ എന്ന് പറയുന്ന കോമൺ എമിറ്ററിന്റെ ഇതാണ്. ഡിസ്കസ് ഹൗ വേരിയിങ് ഈച്ച് കപ്പാസിറ്റർ അഫക്ട്സ് ദ ആംപ്ലിഫയേഴ്സ് ലോ ആൻഡ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്. സ്കെച്ച് ദ എക്സ്പെക്ടഡ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ആൻഡ് ഇൻഡിക്കേറ്റ് ഓൾ കീ കട്ട് ഓഫ് പോയിന്റ്. അതായത് നോർമലി നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയറിന് വരുന്ന അതിന്റെ ID ക്യാരക്ടറിസ്റ്റിക്സ് അതുപോലെ തന്നെ റെസ്പോൺസ് കർവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനും 7 മാർക്സ് തന്നെയാണ് വരുന്നത്. പിന്നെ 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രൂ ആൻഡ് എക്സ്പ്ലെയിൻ ദ സർക്യൂട്ട് ഓഫ് കോൾപിറ്റ്സ് ഓസിലേറ്റർ യൂസിംഗ് ആൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ. Derive the equations for its oscillation frequency and discuss how frequency can be adjusted. അതിന് C1 എന്ന് പറയുന്നത് 20 പൈക്കോഫാരഡ്, C2 എന്ന് പറയുന്നത് 40 പൈക്കോഫാരഡ്. അതിന്റെ എൽ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡക്ടൻസ് 1 mH തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഓസിലേഷൻ ഫ്രീക്വൻസി. അത് തിയററ്റിക്കലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് വരുന്നതാണ്. പിന്നെ ഡ്രോ 4 മേജർ നെഗറ്റീവ് ഫീഡ്ബാക്ക് കോൺഫിഗറേഷൻസ് ഇൻ ദ ഒപാം ആൻഡ് സ്റ്റേറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപെഡൻസ് ഫോർ ഈച്ച് ഐഡൽ കേസസ്. ഐഡൽ കേസസിൽ വരുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് റെസ്പോൺസിന്റെ ഒപാമ്പിൽ നിന്ന് വരുന്ന ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഫീഡ്ബാക്ക് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ ഫോർ ആൻഡ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ RF is equal to 100 കിലോ ഓം. പിന്നെ അതുപോലെ തന്നെ RN ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോ ഓം. അതുപോലെ തന്നെ V in എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ V ഔട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒപ്പാമ്പ് ഐഡൽ ആണ് എന്നുണ്ടെങ്കിൽ അത് ഒപ്പാമ്പ് ഐഡൽ കേസ് ആണ് നമ്മൾ എടുക്കുന്നത്, അത് എടുത്ത് പറഞ്ഞെന്നുള്ളൂ. ഐഡൽ കേസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കുന്നത്. അതും 7 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എക്സ്പ്ലെയിൻ വിത്ത് സർക്യൂട്ട് ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് പ്രിസിഷൻ half-wave rectifier using an op-amp. Why does it outperform a basic diode rectifier at low voltages? അത് ഒരു അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന നമ്മുടെ സർക്യൂട്ട് അപ്ലിക്കേഷൻസ് വരുന്ന ബ്ലോക്ക് 3 നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ പ്രിസിഷൻ റെക്ടിഫയർ സർക്യൂട്ട് ടു റെക്ടിഫൈ 1 volt PT sine wave signal. Show all calculation and component choices. നമ്മൾ ഏതൊക്കെ കമ്പണൻസ്, അതായത് നമ്മളിപ്പോ ഒരു സംഭവം സർക്യൂട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിസൈൻ ചെയ്ത വാല്യൂവിൽ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഒരു കമ്പോണന്റ് ചോയ്സസിന്റെ ഒരു ലിസ്റ്റും കൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ വിച്ച് ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് ഫുൾ പാക്ക്
current limiting circuit in linear voltage regulator. What is the main advantage over a simple current limiting circuit? A voltage regulator is designed to limit the output current to 1 ampere and hold back to 0.5 ampere under short circuit. If the load resistance falls to 0.2 ohm, calculate the power dissipated by the fast transistor. നമ്മുടെ വോൾട്ടേജ് റെഗുലേഷൻ ബ്ലോക്ക് 4 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കൽ കുറച്ച് അപ്ലിക്കേഷൻ ലെവൽ ആയിട്ട് വരുന്നതാണ്. ഇത് 7 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വിത്ത് ബ്ലോക്ക് ഡയഗ്രാം കമ്പയർ ദ ആർക്കിടെക്ചർ ഓഫ് എ മൈക്രോ പ്രൊസസർ ബേസ്ഡ് സിസ്റ്റം ആൻഡ് എ മൈക്രോ കൺട്രോളർ ബേസ്ഡ് സിസ്റ്റം. ലിസ്റ്റ് 2 application where microcontrollers are preferred over microprocessors. Write a 8085 assembly language program to add 5 data bytes stored at consecutive memory locations from 60H to H and store the result in 70H. Show the sample data and final result. ഇത് കറക്റ്റ് നിങ്ങൾ ആ ബിറ്റ് ബൈ ബിറ്റ് പ്രോഗ്രാം കൂടെ എഴുതേണ്ടതാണ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. ഇത് 8085 ആണ് ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് 8081 എങ്ങാണ്ട ക്വസ്റ്റ്യൻ കണ്ടത്. ഇത് 8085 ആണ്. പിന്നെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ മൈക്രോ കൺട്രോളർ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസറിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ്ലീസ്റ്റ് അതിന്റെ ഡിഫറൻസ് എങ്കിലും എഴുതണം. ആർക്കിടെക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് അത്രയെങ്കിലും എഴുതണം. അതും 7 മാർക്ക് ഈൽഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രെഡിക്റ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾ ത്രൂ ഔട്ട് സെഷൻ മനസ്സിലായി വിശ്വസിക്കുന്നു. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ബ്ലോക്ക് 1 ബ്ലോക്ക് 2 ഒക്കെ അത്യാവശ്യം നിങ്ങൾ കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബാക്കിയുള്ളതിന്റെ അറ്റ്ലീസ്റ്റ് ഹെൽപ്പ് ബുക്കെങ്കിലും വായിച്ചു നോക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നോക്കാം. സോ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്. നമ്മൾ ടോപ്പിക്സ് പിക്ക് ചെയ്ത് പഠിക്കുമ്പോൾ ഇതുപോലെ സെക്ഷൻ 2 ഇതായിട്ട് ചോദിക്കുന്ന നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റില്ല. എ പാർട്ട് അറിയായിരിക്കും, ബി പാർട്ട് അറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. ക്വസ്റ്റ്യൻ ആസ് എ ഹോൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവിടുന്നുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഇന്റേണൽ ചോയ്സസ് ആകാൻ പറ്റും. അപ്പൊ ഈ 8th ക്വസ്റ്റ്യന്റെ ഹാഫ് എഴുതി 6th ക്വസ്റ്റ്യന്റെ ഹാഫ് എഴുതി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അതിന് അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. 8th ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്പിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8th ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പിയർ. അങ്ങനെയാണ് അതിന്റെ ഒരു സ്ട്രക്ചർ വരും. അപ്പോൾ ആ രീതിയിൽ എഴുതാം. സോ ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ലേൺവൈസ് ടീം ഇപ്പോൾ ജൂൺ 2025 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും വലിയ ഓൾ ബെസ്റ്റ് പറയും.